തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് വരും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയും ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള MLA-മാരാണ്. പക്ഷേ ഈ ആദ്യത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെയാക്കിയിട്ട് പോരെ അടുത്ത മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആലോചിക്കാൻ? ആദ്യത്തെ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കുന്നു, താഴെ ഒരു രോഗി കിടക്കുന്നു. അവിടെ ബെഡില് കിടപ്പ് രോഗികളായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷമുള്ള പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലുള്ള രോഗികൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു മറ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിതി. ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ 2-3 വാർഡുകളിൽ ഞാൻ നേരിട്ട് പോയി. ഒരു മറച്ചു വെക്കാൻ ഒരു സാധനമില്ല. ബെഡ്ഷീറ്റ് എടുത്തിട്ട് കെട്ടിയിട്ടാണ് ആളുകള് രാവിലത്തെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത്. ഈ സ്ഥിതിയിൽ ഒരു മാറ്റം വരുത്താതെ രണ്ടാമത്തെ ബജറ്റ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങും എന്ന് പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം എങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം.